നിസ്തുലനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ആത്മിക ജീവിതത്തിൻ്റെ ജയകരമായ യാത്രയ്ക്ക് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലമുള്ളവരായി തീരേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ഭൗതിക ജീവിതത്തിൻ്റെ സന്ധാരണത്തിന് അല്ലെങ്കിൽ നിലനിൽപ്പിന് പുറമേ ഉള്ള മനുഷ്യൻ ബലപ്പെടേണ്ടുന്നത് ആവശ്യമാണ്. ഇവിടെ നമുക്കറിയാം, പുറമേ ഉള്ള മനുഷ്യൻ്റെ ബലത്തിനായി അല്ലെങ്കിൽ ശക്തിക്കായി എന്തൊക്കെ ചെയ്യണമെന്നും ഏതൊക്കെ നിലവാരത്തിൽ പ്രവർത്തിക്കണമെന്നും വ്യക്തമായി നമുക്കറിയാം. എന്നാൽ പലപ്പോഴും അകത്തെ മനുഷ്യൻ്റെ വളർച്ചയ്ക്കും ശക്തിക്കും എന്താവശ്യമാണ്, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്കറിയാമെങ്കിലും ആവശ്യത്തിനുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം പലപ്പോഴും കൊടുക്കുവാൻ നാം മറന്നു പോകാറുണ്ട്. എന്താണ് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിൻ്റെ ആവശ്യം? അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുമ്പോൾ ജഡത്തിനും പാപത്തിനും ലോകത്തിനും കീഴ്പ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഭക്തിയുള്ള ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഭക്തിയുള്ള ഒരു ഹൃദയം നമ്മളിൽ ഉരുവാകുവാൻ ഇടയായിത്തീരും. ഞാനിവിടെ പറഞ്ഞത്, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുമ്പോൾ ഒന്ന് ജഡത്തിനും പാപത്തിനും ലോകത്തിനും കീഴ്പ്പെടാത്ത അവസ്ഥ, പ്രലോഭനങ്ങൾ, പ്രതികൂലങ്ങൾ, വീഴ്ച കളയുവാൻ തക്കവണ്ണമുള്ള ശത്രുവിൻ്റെ ചിന്തകൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ പാപമായിട്ട്, പാപസ്വഭാവമായിട്ട് കടന്നു വരുവാനിടയുണ്ട്. ദൈവവചനത്തിൽ ഇങ്ങനെയൊരു വാക്യം കാണുവാൻ കഴിയുന്നു: പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. അപ്പോൾ പാപം എപ്പോഴും ആർത്തി പൂണ്ട് ശത്രു ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് അലർന്ന സിംഹം പോലെ പതിയിരിക്കുന്ന സാഹചര്യത്തിൽ പാപവും പാപത്തിൻ്റെ സ്വഭാവങ്ങളും ലോകവും ലോകത്തിൻ്റെ ജഡിക ചിന്തകളും നമ്മളെ വിഴുങ്ങുവാൻ നിലനിൽക്കുമ്പോൾ അതിനെ ജയിപ്പാൻ മനുഷ്യൻ ശക്തിയോടെ ബലം പ്രാപിക്കേണ്ടുന്നത് ആവശ്യമാണ്. രണ്ടാമതായി 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരേണ്ടിയിരിക്കുന്നു. അതെ, ലോകത്തിൻ്റെ മോഹങ്ങൾ പലപ്പോഴും നമ്മളെ വീഴ്ച കളയുവാൻ ഇടയുണ്ട്. നമുക്കറിയാം, ഭക്തിയോടെ ഇറങ്ങിത്തിരിച്ച അനേക മനുഷ്യർ ജീവിതയാത്രയിൽ മുൻപോട്ടുള്ള ഗമനത്തോടുള്ള ബന്ധത്തിൽ അവർ തകർന്നു പോകുകയും ക്ഷീണിതരായി തരിപ്പണമായി തീരുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാകുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. എന്താണ് ലോകത്തിൻ്റെ മോഹങ്ങളും അതിൻ്റേതാകുന്ന താല്പര്യങ്ങളും? അത് ക്ഷണികങ്ങളാണ്, അത് താൽക്കാലികങ്ങളാണ്. ഇങ്ങനെയാണ് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? 1. 2, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്ഷണികമായി മാത്രം നിലനിൽക്കുന്നതാണ് ലോകത്തിൻ്റെ മോഹങ്ങൾ. കാരണം ദൈവവചനം ഇങ്ങനെ വളരെ വ്യക്തമായി പറയുന്നു: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അതെ, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നവനായിത്തീരും. അപ്പോൾ പലപ്പോഴും ലോകത്തിൻ്റെ സുഖങ്ങൾ, പ്രതാപങ്ങൾ, സാഹചര്യങ്ങൾ
നമ്മളെ വീഴിച്ചു കളയുവാൻ തക്കവണ്ണം മാടി വിളിക്കുമ്പോഴും വ്യക്തമായി ദൈവവചനത്തിൽ ആശ്രയിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവപൈതൽ തിരിച്ചറിയേണ്ടുന്നത് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. അപ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ദൈവേഷ്ടത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുമ്പോൾ 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് ഒരുവൻ്റെ കണ്ണ് തുറക്കപ്പെടുന്നു. പലപ്പോഴും അവ്യക്തമായി നിൽക്കുന്ന ആത്മിക ചിന്താഗതികൾ നിമിത്തം അനേക മനുഷ്യർ പിന്മാറുകയും ഇടറി വീഴുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങൾ, അതിൻ്റേതാകുന്ന അമാനുഷികമാകുന്ന ശക്തി, അത് തിരിച്ചറിയുവാൻ ഇടയായി തീരുമ്പോഴാണ് ഒരുവൻ ദൈവശക്തിയിൽ മുന്നേറുവാൻ ഇടവരുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങൾ ഒരു മനുഷ്യൻ്റെ കണ്ണ് തുറപ്പിക്കും. ഇതുവരെ കാണാത്തത് കാണുവാൻ, ഇതുവരെ കേൾക്കാത്തത് കേൾക്കുവാൻ, ഇതുവരെ ഗ്രഹിക്കാത്തതും അറിയാത്തതുമാകുന്ന ദൈവിക ശക്തിയുടെ ആഴം ഗ്രഹിച്ചറിയുവാൻ കർത്താവ് സഹായിക്കും. പലപ്പോഴും ആത്മക്കണ്ണ് തുറക്കുമ്പോൾ മാത്രമേ നമ്മൾക്കെതിരെ പോരാടുന്ന ശത്രുവിൻ്റെ ആധിപത്യങ്ങളെ നമുക്ക് തിരിച്ചറിയുവാനും അതിൻ്റെ മേൽ ജയം പ്രാപിക്കുവാനും കഴിയത്തുള്ളൂ. കാരണം ദൈവവചനം ഇങ്ങനെയാണ് കാണുന്നത്: ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഭക്തിയിൽ വിശ്വാസത്തിലും ശക്തിയിലും ജീവിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനെ ശക്തനാക്കുന്നത്, തനിക്ക് ബലം പകരുന്നത്, അല്ലെങ്കിൽ തന്നെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ലോകത്തിൻ്റെ ശക്തി എന്നതിനേക്കാൾ ഉപരിയായി അമാനുഷികമായി കാണുന്ന മറ്റ് ആത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് പ്രവാചക ശിഷ്യൻ ശത്രു സൈന്യങ്ങളെ കണ്ട് ഭയപ്പെടുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. ഇന്ന് നമ്മുടെ ആത്മിക ജീവിതയാത്രയിൽ ദൈവിക അത്ഭുതങ്ങൾ കാണത്തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ ഈ ദിവസങ്ങളിൽ തുറക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ദൈവശബ്ദം ഗ്രഹിച്ചറിയേണ്ടതിന് നമ്മുടെ ചെവി ഈ ദിവസങ്ങളിൽ തുറക്കേണ്ടിയിരിക്കുന്നു. മത്തായി 13:9 ഇങ്ങനെ കാണുന്നു: ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്, അകത്തെ മനുഷ്യൻ്റെ ശക്തി എന്നുള്ളത് സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എങ്ങനെയാണ് അകത്തെ മനുഷ്യൻ്റെ ശക്തി നമ്മളിൽ വർദ്ധിച്ചു വരുന്നത്? അത് സ്വർഗത്തിൽ നിന്ന് കൃപ പ്രാപിക്കുമ്പോൾ മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ. പിന്നെയും അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, അധികാരത്തോടെ സംസാരിപ്പിക്കുന്നതാണ് അകത്തെ മനുഷ്യൻ്റെ ശക്തി. പലപ്പോഴും ശത്രുവിനെ കണ്ട്, ശത്രു നമ്മളെ അലട്ടുന്ന പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും കണ്ടും കേട്ടും ജീവിതത്തിൽ ഉയർന്നു വരുന്ന പരിശോധനകളും മനസ്സിലാക്കി പലപ്പോഴും ഞാനും നിങ്ങളും ക്ഷീണിച്ച് തകർന്നു പോകുന്നുവെങ്കിൽ ഇങ്ങനെ കാണുവാനിടയായിത്തീരുന്നു: എൻ്റെ മനസ്സേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കാരണം നിൻ്റെ അകത്തെ മനസ്സിനെ ധൈര്യം പകരുന്നത് ദൈവത്തോടുള്ള പ്രത്യാശയും വിശ്വാസവുമാണ്. ആയതിനാൽ ഈ നാളുകളിൽ നമ്മളെ അലട്ടുകയും തകർത്ത് കളയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അന്ധകാരാധിപത്യങ്ങളുടെ മേൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് ഈ ദിവസങ്ങളിൽ ദൈവിക വിടുതലിനായി മുന്നേറേണ്ടുന്നത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവശക്തിയിൽ വിശ്വാസത്തോടെ കൃപയോടെ മുന്നേറുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലം പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ ശത്രുവിൻ്റെ പോരുകളോട് ജയം പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ ആവശ്യമായ എല്ലാ ശക്തിയും ബലവും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.